PSC പരീക്ഷയ്ക്കിടെ കോപ്പിയടി നടത്തിയ കേസിൽ കണ്ണൂരിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. ചെറുമാവിലായി സ്വദേശി സബീലാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഹമ്മദ് സഹദിന്റെ സുഹൃത്താണ് സബീൽ. വസ്ത്രത്തിൽ ഘടിപ്പിച്ച ക്യാമറ ഉപയോഗിച്ചാണ് കോപ്പിയടി നടന്നത്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശം നൽകും. ബിജീഷ്, അപ്പോഴും ഈ സംശയം തീർന്നിട്ടില്ല. എങ്ങനെയാണ് PSC പരീക്ഷയ്ക്കൊക്കെ കോപ്പിയടിക്കൽ, അത് എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇതിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് നടന്നത്? സൈഫു, ഇതിനകത്ത് ഇത് വളരെ വലിയ തരത്തിലുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം കോപ്പി അടിക്കുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ള തരത്തിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ ചിലർ മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭ്യമായത്. ഇത് പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നടക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ ആദ്യഘട്ട പരീക്ഷ നടന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്നതിനിടെയാണ് ഈ പറയുന്ന പെരളശ്ശേരി സ്വദേശി മുഹമ്മദ് സഹദിനെ ആദ്യം പോലീസ് പിടികൂടുന്നത്. പരീക്ഷാ സെന്ററിനകത്ത് ചില സംശയങ്ങൾ ഇയാളുടെ ചില നടപടികളിൽ തോന്നിയിട്ട് വിജിലൻസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് കണ്ണൂർ ടൗൺ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഇതിന് പങ്കാളിയായ മറ്റൊരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. അതിനടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ചെറുമാവിലായി എന്ന് പറയുന്ന പെരളശ്ശേരിക്കടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തുള്ള സബീൽ എന്ന് പറയുന്ന ആളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പിടിയിലായ പരീക്ഷാർത്ഥിയുടെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ പറയുന്നത്, ഈ പരീക്ഷാർത്ഥി തന്റെ ഷർട്ടിന്റെ കോളറിൽ ഘടിപ്പിച്ച ഒരു മൈക്രോ ക്യാമറ ഉപയോഗിച്ച് ചോദ്യപേപ്പറിന്റെ കോപ്പി പുറത്തുള്ള സബീലിന് അയച്ചു കൊടുക്കുകയും സബീല് ബ്ലൂടൂത്ത് വഴി ഇതിന്റെ ഉത്തരങ്ങൾ പറയുന്ന നേരത്തെ അറസ്റ്റിലായ മുഹമ്മദ് സഹദിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ പരീക്ഷയുടെ കോപ്പിയടിക്ക് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു അത്തരത്തിൽ പരീക്ഷാ കോപ്പിയടി നടന്നു. ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സംശയിക്കുന്നത്. ഏതായാലും സൈബർ സെല്ലിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടു കൂടി ഇതിനകത്ത് വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഈ സംഘം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ടൗൺ പോലീസ് അറിയിക്കുന്നത്. സേഫ്. യെസ്, നന്ദി ബിജീഷ്. എന്തായാലും